മഹാനായ അച്ഛന്റെ ഓർമ്മയ്ക്ക് വെള്ളിത്തിരയിൽ പ്രശസ്തനായ മകന്റെ സ്വപ്ന സ്മാരകം പാതിവഴിയിൽ നിലച്ചിട്ട് പതിറ്റാണ്ടുകൾ. ഇ.വി. കൃഷ്ണപിള്ളയുടെ ഓർമ്മയ്ക്കായി അടൂർ ഭാസി നിർമ്മിച്ച സാംസ്കാരിക സമുച്ചയം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ അടൂർ ഭാസി മരിച്ചതോടെയാണ് സമുച്ചയം അനാഥമായത്. സ്മാരകം യാഥാർത്ഥ്യമായാൽ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുള്ള അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾക്കുൾപ്പെടെ വലിയ പ്രോത്സാഹനമാകുമെന്ന് ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകർ പറയുന്നു. മലയാളത്തിൽ ഹാസ്യ സാഹിത്യ ശാഖയ്ക്ക് മേൽവിലാസമുണ്ടാക്കിക്കൊടുത്തവരിലെ പ്രധാനി ഇ.വി. കൃഷ്ണപിള്ളയ്ക്കായാണ് മകൻ അടൂർ ഭാസി സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. തലമുറകളെ ചിരിപ്പിച്ച ഇ.വിയുടെ ഓർമ്മയ്ക്കായി നിർമ്മാണം ആരംഭിച്ച നിലയം അടൂർ ഭാസിയുടെ മരണത്തോടെ അനാഥമായി. സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകിയ അടൂരിന്റെ ഹൃദയഭാഗത്ത് ഇങ്ങനെ നശിക്കുന്നത് ഒരു നാടിന്റെ തന്നെ സാംസ്കാരിക പൈതൃകവും ചരിത്രവും കൂടിയാണ്. യാഥാർത്ഥ്യമാവുമെങ്കിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾക്കും മറ്റ് കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമുള്ള കേന്ദ്രമായി ഇവിടം മാറുമെന്ന് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡോക്ടർ ബിജു പറയുന്നു. അടൂർ ഭാസിയുടെ ഓർമ്മയ്ക്കായിട്ട് പണിയാനായി ഉദ്ദേശിച്ചിരുന്ന ആ കെട്ടിടം എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ നഗരത്തിൻ്റെ കേന്ദ്രഭാഗം തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സൗകര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒറ്റയടിക്ക് ഒരു പരിഹാരമാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അടൂർ ഭാസിയുടെ പേരിൽ അങ്ങനെ ഒരു സ്മാരകം ഉറപ്പായിട്ടും അടൂരിൽ ഉണ്ടാവേണ്ടതാണ്. അത് അടൂരിലാണല്ലോ ഉണ്ടാവേണ്ടത്. അപ്പോൾ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നെ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഇടപെട്ട് അത് പരിഹരിച്ച് കിട്ടിയാൽ നമുക്ക് അടൂർ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു വേദി ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കലാകാരന്മാർക്ക് ഒത്തുകൂടാൻ ഒരിടം എന്നതായിരുന്നു സ്വപ്നം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററുകളില്ലാത്തതുകൊണ്ട് നമുക്കത് നടക്കുന്നില്ല. ഒരു പക്ഷേ ആയിരുന്നുവെങ്കിൽ ഇതുണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരുപാട് ചടങ്ങുകൾ പരിപാടികൾ അവിടെ നടക്കുമായിരുന്നു. അപ്പം ഇത് ഈ വഴിയിൽ ഇങ്ങനെ വഴിമുട്ട് നിൽക്കുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അടൂരിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് കൂടിയിരിക്കാനുണ്ടാകുമായിരുന്ന ഒരു ഇടമില്ലാതെയായി എന്നുള്ളതാണ് കഷ്ടം. ഇ.വി. കൃഷ്ണപിള്ളയെ പോലെ എക്കാലത്തെയും മികച്ച കഥാകൃത്തിനും ഹാസ്യ സാഹിത്യകാരനും ഇത് സ്വപ്നം കണ്ട അടൂർ ഭാസിക്കും നൽകാൻ കഴിയുന്ന ആദരവാകും ഈ സാംസ്കാരിക നിലയത്തിന്റെ പുനർനിർമ്മാണം. അതിനായി നഗരസഭയും തലം എം.എൽ.എയും ബന്ധപ്പെട്ട അധികാരികളും മുൻകൈയെടുക്കണമെന്നാണ് ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകരുടെ ആവശ്യം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.